ADGP അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല. കാരണം ഇതിൽ അജിത് കുമാറിനെ മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇക്കാര്യത്തിലും വ്യക്തത ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വിജിലൻസ് ഡയറക്ടർ തിരിച്ചെത്തിയിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം ADGPയുടെ ഭാവിയിൽ തന്നെ നിർണായകമാണ്. MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. BV വിനോദ് നമുക്കൊപ്പമുണ്ട്. വിനോദ്, ഈ വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച് നേരത്തെ ഈ DGP ഇത് സംബന്ധിച്ച് ഒരു മൊഴിയെടുക്കലും മറ്റും നടന്നിരുന്നു. പക്ഷേ ഇത് ഒരു കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കൽ എന്ന തീരുമാനത്തിലേക്ക് ഇതുവരെ സർക്കാർ പോയിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ഒരു സർക്കാർ ഉത്തരവ് തീർച്ചയായും ആവശ്യമാണ്. എന്താണ് ഇതിൽ അവശേഷിക്കുന്ന നടപടിക്രമം? ഇന്നൊരു വ്യക്തത ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാമോ വിനോദ്? സൈത്ത് ഒരു മെല്ലെപ്പോക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വിവിധ കാര്യങ്ങളിൽ MR അജിത് കുമാറിനെതിരെയുള്ള വിവിധ പരാതികളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ശക്തമായ നടപടിയോ വേഗത്തിലുള്ള നടപടിയോ ഉണ്ടാകുന്നില്ല എന്നത് പറയാതെ തരമില്ല. കാരണം വിജിലൻസ് അന്വേഷണത്തിന് DGP തന്നെയാണ് ശുപാർശ നൽകിയത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ അതിനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണാവധിയായിരുന്നു. അതിനു മുൻപ് DGP നൽകിയ ഒരു ശുപാർശയായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇതിൽ കാലതാമസം എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. വിജിലൻസ് ഡയറക്ടർ ആകട്ടെ, അദ്ദേഹവും അവധിയിലായിരുന്നു. ഇന്ന് അദ്ദേഹം തിരികെ എത്തും, ജോലി പ്രവേശിക്കും. പക്ഷേ ഇതുവരെ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ്, അന്വേഷണത്തിലേക്കുള്ളൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് അജിത് കുമാർ RSS നേതാക്കളെ കണ്ടു എന്നുള്ള ആരോപണം വന്നതും CPI ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ, ഘടകകക്ഷിയുടെ പ്രതിനിധികൾ ഇടതുമുന്നണി യോഗത്തിൽ അക്കാര്യം ഉന്നയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ്, ഒരു പ്രത്യേക ഉത്തരവും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അതായത് നേരത്തെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്, DGPയുടെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘത്തിന് രൂപം നൽകിയിരുന്നു. ആ സംഘത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണമായി ഇതും നടക്കുമോ, അല്ലെങ്കിൽ ആ ഒരു സംഘമായിരിക്കുമോ ഇക്കാര്യവും പരിശോധിക്കുക എന്ന ഒരു നിലയ്ക്കുള്ള ചില അങ്ങനെയുള്ള തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. പക്ഷേ അതിനും ഒരു ഉത്തരവായി നൽകിയിട്ടില്ല. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഇതുവരെ അക്കാര്യത്തിൽ ഒരു ഉത്തരവ് നൽകിയിട്ടില്ല. അതായത് ആകെ ഒരു പുകമറയിൽ നിൽക്കുന്ന സാഹചര്യമാണ്. MR അജിത് കുമാറിന് എതിരെയുള്ള അന്വേഷണങ്ങൾ അത് ഏത് നിലയ്ക്ക് നടക്കും, ഏതൊക്കെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തതയില്ല. ആദ്യത്തെ സംഘത്തെ രൂപീകരിച്ചത് ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട്. ADGP കൊലപാതകം ഉൾപ്പെടെ നടത്തിയെന്ന PV അൻവറിൻ്റെ ആരോപണമാണ്. ഈ ആരോപണം പിന്നീട് പരാതിയായി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. ആ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർക്കും കൃത്യമായ ഉത്തരവുകൾ, അതായത് രേഖാമൂലമുള്ള ഉത്തരവുകൾ നൽകിക്കൊണ്ട് അവരുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. വാക്കാലുള്ള നിർദ്ദേശങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പരിശോധനകളാണ് നടക്കുന്നത്. അതിനപ്പുറത്തേക്കാണ് ഈ RSS ബന്ധം വന്നത്. അക്കാര്യത്തിൽ അന്വേഷണത്തിന് ഇതുവരെ ഒരു ഉത്തരവുണ്ടായിട്ടില്ല. കവടിയാറിലെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആഡംബര വീട് നിർമ്മിക്കുന്നു, ഇതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് അത് എവിടെ നിന്നാണ് അജിത് കുമാറിന് ഇത്രയധികം പണം യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ വാങ്ങി തുടങ്ങിയ ആരോപണങ്ങൾ, ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് PV അൻവർ രണ്ടാമതൊരിക്കൽ കൂടി DGPയെ കാണുകയും DGPക്ക് നേരിട്ട് തന്നെ പരാതി നൽകുകയും ചെയ്തത്. ആ പരാതിയിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് MR അജിത് കുമാറിനെതിരെയുള്ള ഈ അന്വേഷണങ്ങളിൽ ഒരു വേഗതയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സൈത്ത്, യെസ്, അതാണ് ഒരു മെല്ലെപ്പോക്ക് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഉണ്ടാവുന്നുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിനൊരു മെല്ലെപ്പോക്ക് ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ പറഞ്ഞിരുന്ന ന്യായം വിജിലൻസ് ഡയറക്ടർ സ്ഥലത്തില്ല എന്നതാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് മടങ്ങിയെത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ കൂടി വ്യക്തത ഉണ്ടാവണം. സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള വലിയ കാര്യങ്ങളുണ്ട്. വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ MR അജിത് കുമാർ നേരിടുന്നുണ്ട്. ഈ വിഷയത്തിനോടുകൂടി സർക്കാർ കടക്കുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം. ഇടവേള